ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോരിന്തോസ് 13-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുന്നറിയിപ്പുകൾ എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായം അഭിവാദനങ്ങളോടുകൂടി അവസാനിക്കുന്നു. ഇതിൽ 14 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. എങ്ങനെയാണ് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത്? ഉത്തരം: 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. ചോദ്യം 2. ആർക്കെല്ലാമാണ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? ഉത്തരം: നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. ചോദ്യം 3. കോറിന്തോസുകാർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ക്രിസ്തു ശ്ലീഹായിലൂടെ സംസാരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. ചോദ്യം 4. ക്രിസ്തു എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. ചോദ്യം 5. കോറിന്തോസുകാരോട് പെരുമാറുമ്പോൾ അപ്പസ്തോലർ എങ്ങനെ ജീവിക്കും? ഉത്തരം: ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. ചോദ്യം 6. എന്ത് പരിശോധിക്കണമെന്നാണ് ശ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം: വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 7. എപ്പോഴാണ് കോറിന്തോസുകാർ പരീക്ഷയിൽ പരാജയപ്പെടുന്നത്? ഉത്തരം: യേശുക്രിസ്തു അവരിൽ ഇല്ലായെങ്കിൽ. ചോദ്യം 8. എന്താണ് ദൈവത്തോടുള്ള അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന? ഉത്തരം: കോറിന്തോസുകാർ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. ചോദ്യം 9. എന്ത് തങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക. ചോദ്യം 10. എപ്പോഴാണ് അപ്പസ്തോലന്മാർ സന്തോഷിക്കുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാർ ബലഹീനരും കോറിന്തോസുകാർ ബലവാന്മാരും ആയിരിക്കുമ്പോൾ. ചോദ്യം 11. കോറിന്തോസുകാരിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ എഴുതുന്നു, എന്തുകൊണ്ട്? ഉത്തരം: ശ്ലീഹ എത്തുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന്. ചോദ്യം 12. കർത്താവ് എന്തിനാണ് ശ്ലീഹായെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: കോറിന്തോസുകാരെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. ചോദ്യം 13. എന്താണ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം: സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ. ചോദ്യം 14. എന്തായിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഏകമനസ്കർ. ചോദ്യം 15. എങ്ങനെ ജീവിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സമാധാനത്തിൽ. ചോദ്യം 16. ആര് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. ചോദ്യം 17. എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യണം? ഉത്തരം: വിശുദ്ധ ചുംബനം കൊണ്ട്. ചോദ്യം 18. ആരാണ് കോറിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നത്? ഉത്തരം: വിശുദ്ധർ എല്ലാവരും. ചോദ്യം 19. നിങ്ങൾ ഏവരോടും കൂടെ എന്ത് ഉണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സന്തോഷത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇനിയും നിങ്ങൾ സഹായിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.